സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട്. എന്നാൽ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ആ ലോക്ക് തുറക്കാതെ തന്നെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാറും ഉണ്ട് അല്ലേ? നമ്മൾ ലോക്ക് തുറക്കാറില്ലല്ലോ. എന്നാൽ നമ്മളിപ്പോൾ മൊബൈൽ ചാർജിന് കുത്തിയിട്ടിട്ട് നമ്മളിപ്പോൾ കുളിക്കാനോ മറ്റോ ബാത്റൂമിൽ പോകുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? എന്നാൽ അതും കൂടി നമ്മൾ ലോക്ക് ചെയ്തിടണ്ടേ? നമുക്ക് വരുന്ന കോള് നമ്മൾ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരെ? നമ്മുടെ പ്രൈവസിയാണ് നമുക്ക് വരുന്ന കോള്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആ കോളും കൂടി എങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിടാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന കോളുകൾ ഇതുപോലെ ലോക്ക് ചെയ്തിടുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കാൻ കാണിക്കും. അവിടെ ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. അവിടെ ആ ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയേ വേണ്ടൂ. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് വരാം. ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ടോഗിൾ ഓണിലാണോ എന്ന് നോക്കുക. ആദ്യത്തെ സെക്യൂരിറ്റി ടൈപ്പ് നമ്മളൊന്നും ചെയ്യേണ്ട. പിന്നെ പാസ്കോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യം കാണിക്കും. അത് തീർന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഒരു പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 1425 എന്ന് എൻ്റർ ചെയ്യാണ്. വീണ്ടും റീ എൻ്റർ കൊടുക്കുകയാണ് 1425. ഓക്കെ, സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. ഇവിടെ ഇനി ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീന് ഇവിടെ ലോക്ക് ചെയ്യാണ്. ഇനി മറ്റൊരു മൊബൈൽ എടുത്തിട്ട് ഞാൻ ഈ മൊബൈലിലേക്ക് കോൾ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എൻ്റെ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്യാണ്. കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൾ വരുമ്പോൾ ഈ രൂപത്തിലാണ് കാണിക്കുക. അതായത് നമ്മൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ കോൾ വരുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി തെറ്റായ പിൻ നമ്പർ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. തെറ്റായ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. തെറ്റായ നമ്പർ കൊടുത്താൽ നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ആ ഒരു ശരിയായ നമ്പർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന കോളുകൾ മറ്റാരും അറ്റൻഡ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം നമുക്ക് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ നിരന്തരം വിളിക്കുന്ന ആളായിരിക്കും. പക്ഷേ അതൊക്കെ നമുക്ക് എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മൾക്ക് വരുന്ന കോളുകൾ ഇതുപോലെ ലോക്ക് ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.